നമസ്തേ നമസ്തേ. നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ ആരാണ്? നല്ല മനുഷ്യനാവാനായിട്ട് നിങ്ങളെനിക്ക് ബിരിയാണി മേടിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാണ് ചീത്ത മനുഷ്യർ. നമ്മൾ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ ശരി തന്നെയാണ്. അതിൽ തെറ്റില്ല. ശരിയാണെന്ന് പറയുന്നില്ല, തെറ്റില്ല. തെറ്റെന്ന് പറയുന്നത് പരോപദ്രവമാണ്. ഇപ്പം നോക്കൂ, ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ ചരിത്രം നോക്കൂ, യഹൂദരുടെ. ഇത് മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ മതത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ വെട്ടി കൊല്ലുന്നതാണ് ചരിത്രം. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോഴും ഈ പലസ്തീൻ എന്നും പറഞ്ഞുകൊണ്ട് യഹൂദരും മുസ്ലിങ്ങളും തമ്മിലടിയല്ലേ. അതിൻ്റെ പിന്നെ നിന്നുകൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാനും ഈ കുട്ടനെ മുട്ടനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനായിട്ട് അമേരിക്കൻ ക്രിസ്ത്യാനികളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഉപദ്രവകാരികളാണ് ഈ മതക്കാർ, ഈ യഹൂദ ക്രിസ്ത്യൻ ഇസ്ലാം മതക്കാർ. അതുകൊണ്ടാണ് നമുക്കത് ഇഷ്ടമില്ലാത്തത്. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു മതം വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്നിടത്തോളം കാലം. പക്ഷേ യഹൂദ മതത്തിനും ക്രിസ്തു മതത്തിനും ഇസ്ലാമിനും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും കൊന്നൊടുക്കുന്നതും മാത്രമാണ് അവരുടെ ചരിത്രം. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമുക്ക് പറയാം, യഹൂദരങ്ങനെ ആരെയും കൊന്നിട്ടില്ലല്ലോ എന്ന് പറയാം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അല്ലേ കുരിശുദ്ധമൊക്കെ നടത്തിയത്, യഹൂദനാണോ എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഈ യഹൂദൻ ഈ ഗാസയിൽ കൊന്നൊടുക്കുന്നത് യഹൂദനല്ലേ കൊന്നൊടുക്കുന്നത്? എത്ര മനുഷ്യരെയാണ്, ലക്ഷക്കണക്കിന് പേരെയാണ് കൊന്നൊടുക്കുന്നത്. അപ്പോൾ യഹൂദരും ശരിക്കും പറഞ്ഞാൽ ആക്രമണകാരികൾ തന്നെയാണ്. മനുഷ്യരെ കൊല്ലുക തന്നെയാണ് അവരുടെയും ഒരു ചരിത്രം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ മതങ്ങൾ ഇഷ്ടമല്ലാത്തത്. ആളെ കൊല്ലുന്ന മതങ്ങളാണിത്. ഇതിൽ യാതൊരു നന്മയുമില്ല, യാതൊരു സമാധാനവും ശാന്തിയൊന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു അമ്പലത്തിൽ പോകണത് തന്നെ എന്തിനാണ്? നമ്മുടെ മനഃശാന്തി നഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ അവിടെ ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സൊന്ന് ശാന്തമാവും ഇല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ അമ്പലത്തിൽ പോണത്. നമുക്ക് സമാധാനവും ശാന്തിയും കിട്ടുന്ന സ്ഥലങ്ങളാണ് ആരാധനാലയങ്ങൾ. പക്ഷേ ഇവറ്റകളുടെ ആരാധനാലയങ്ങളെന്ന് വെച്ചാൽ അതിനകത്ത് ആൾക്കാരെ വെട്ടിക്കൊല്ലാനായിട്ടുള്ള വടിവാളും വെട്ടുകത്തിയും ഒക്കെ വെച്ച് ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവരുടെ ആരാധനാലയങ്ങൾ. എന്ത് ആരാധനയാണ് ഇവർ ആരാധിക്കുന്ന? യാതൊരു ദൈവികതയില്ല. ഇവരുടെ ചരിത്രത്തിൽ ദൈവികതയില്ല, കംപ്ലീറ്റ് പൈശാചികതയാണ്. ഇവരുടെ പെരുമാറ്റത്തിൽ ദൈവികതയില്ല. നോക്കൂ, മനുഷ്യന്മാർക്ക് വണ്ടി ഓടിക്കാനായിട്ട്, വാഹനം ഓടിക്കാനായിട്ടാണ് ടാറിട്ട റോഡ് ഉണ്ടാക്കിയേക്കണം. ഇത് ടാറിട്ട റോഡിൻ്റെ നടുക്ക് നിന്ന് എല്ലാവരും കൂടി കൂട്ടമായിട്ട് നിന്ന് നിസ്കരിക്കണം. ഇത്രയും വിവരമില്ലാത്ത മനുഷ്യർ ഈ ലോകത്ത് വേറെ ഉണ്ട്. ഹലോ, റോഡെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാനാണ്, നിങ്ങൾക്ക് നിസ്കരിക്കാനല്ല. നിസ്കരിക്കാൻ നിങ്ങൾക്ക് പള്ളിയില്ലേ, വീടില്ലേ? എവിടെ വേണമെങ്കിലും നിസ്കരിക്കാമല്ലോ. റോഡിൻ്റെ നടുക്ക് വന്ന് നിസ്കരിക്കണമെന്ന് പറയണത് അത് ശരിക്കും തല്ലുകൊള്ളാത്തതിൻ്റെ സൂക്കേടാണത്. ഇപ്പം UP-യിലൊക്കെ അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാരെ നല്ല അടി കിട്ടുന്നുണ്ട്. കേരളത്തിൽ കിട്ടൂല. കേരളത്തിൽ പിണറായി പിന്നെ മുസ്ലിങ്ങളുടെ ചന്തി താങ്ങണ ആളായതുകൊണ്ട്, മൂട് താങ്ങിയായതുകൊണ്ട് എന്ത് വേണമെങ്കിലും മുസ്ലിങ്ങൾക്ക് കാണിക്കാം. കേരളത്തിൽ കിടന്ന് അറാമ്പറപ്പ് കാണിക്കണ പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണിച്ചു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. ഇപ്പോൾ മുംബൈയിൽ തന്നെ ഉണ്ടല്ലോ, എന്ത് അടിയാണ് കൊടുത്ത്. കൊച്ചു പിള്ളേരെയാണ് തല്ലിച്ചതക്കണേ പോലീസ്. വല്ല കാര്യമുണ്ടോ? ഐ ലവ് മുഹമ്മദ് അത് സ്റ്റിക്കർ ഒട്ടിക്കണം, അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കണം. ഹിന്ദുക്കളുടെ സ്ഥലത്ത് ചെന്നിട്ട് അവരുടെ ഈ രാമനവമി വിജയദശമിയുടെയൊക്കെ പോസ്റ്ററൊക്കെ വലിച്ച് കീറിക്കളഞ്ഞ് അവിടെ ഐ ലവ് മുഹമ്മദ് എന്ന് ഒട്ടിക്കണം. എന്തൊരു അഹങ്കാരികളായിട്ട് വേണം. ആലോചിച്ച് നോക്കുക, അങ്ങനെ ചെയ്യാമോ? ഹിന്ദു ഭൂരിപക്ഷ നാടാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഇവരെങ്ങാനും ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ മറ്റു മതക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ ന്യൂനപക്ഷമായിട്ട് ഇങ്ങനെ, ഭൂരിപക്ഷമായാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കണം.
അതാണ് ശരി. യോഗി ആദിത്യനാഥ് ജി ചെയ്യുന്നതാണ് കറക്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലരും ഗാന്ധി കൂട്ടിക്കൊടുപ്പുകാരനാണ്, ഗാന്ധി പെണ്ണുപിടുത്തക്കാരനാണ്, ഗാന്ധി മഹാ ലൈംഗിക അടിമയാണ്, വൃത്തികെട്ടവനാണ് എന്നൊക്കെ പല ചരിത്രകാരന്മാരും ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം BJP ഭരണമായതുകൊണ്ടാണ്. കോൺഗ്രസ് ഭരണമായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലേ സത്യമാണ് പറയുന്നതെങ്കിലും അവരൊക്കെ പിടിച്ച് അകത്തിട്ടേനെ, പീഡിപ്പിച്ചേനെ, കൊന്നും കളഞ്ഞേനെ. അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യർക്ക് സത്യം തുറന്നു പറയാനായിട്ടുള്ള ധൈര്യവും സ്വാതന്ത്ര്യവും BJP നൽകുന്നുണ്ട്. അതിന് BJPക്ക് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ BJP ഭരണമാണ് ഭാരതത്തിന് നല്ലത്. BJP ഒരിക്കലും മുസ്ലിങ്ങളോടോ ക്രിസ്ത്യാനികളോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതക്കാരോടോ ഇനി മതമില്ലാത്തവരോടോ യാതൊരു വിവേചനവും കാണിക്കില്ല. കാരണം BJPക്കാർ ബഹുഭൂരിപക്ഷവും സിംഹഭാഗവും ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ സ്വഭാവത്തിൽ വർഗീയത എന്ന് പറഞ്ഞ സംഭവമില്ല, അവരുടെ ജീനിലതില്ല. അവരെല്ലാവരും ഒരുപോലെ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ മുസ്ലിം ആയാലും ഏത് ജാതിക്കാരനായാലും ജാതി ഇല്ലാത്ത മതമില്ലാത്തവനായാലും ഇവിടെ ഭാരതത്തിൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും. പക്ഷേ അതേപോലെ തന്നെ തെമ്മാടിത്തരം കാണിക്കുന്ന മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ആരായാലും അവരൊക്കെ കടുത്ത ശിക്ഷ തന്നെ നൽകി അവരെ നിയന്ത്രിക്കണം. അത് നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഈ മാധ്യമങ്ങളാണല്ലോ, അതുകൊണ്ട് ശരിക്കുള്ള വാർത്തകളൊന്നും അവർ പുറത്തു വിടില്ല. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ സുഖിപ്പിക്കണ ഹിന്ദുവിരുദ്ധ വാർത്തകൾ മാത്രമേ പുറത്തു വിടത്തുള്ളൂ. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. BJP കയറിയിട്ട് ഇപ്പോൾ 11 കൊല്ലമായിട്ടുള്ളൂ. കുറച്ച് കാലം കൂടി അവർ ഭരിക്കട്ടെ, അപ്പോൾ അവരെല്ലാം വെടിപ്പാക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.